മലയാളവും ഇംഗ്ലീഷും രണ്ട് ഭാഷകളാണ്. പക്ഷേ മലയാളത്തിൽ നമ്മൾക്കുള്ളൊരു കമാൻഡ് ഇംഗ്ലീഷിൽ എന്തുകൊണ്ടാണ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റാത്തത്? മലയാളം പോലെ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്? പലപ്പോഴും സ്റ്റുഡൻസിനുണ്ടാകുന്നൊരു സംശയം ഇതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മലയാളം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മൾ കുറേ കേട്ടു. വി ലിസൺ ടു ദ ലാംഗ്വേജ് ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. ആഫ്റ്റർ ദാറ്റ് വി സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്, അല്ലേ? മെല്ലെ മെല്ലെ സംസാരിച്ച് തുടങ്ങി. Then only when we reached our school only we started writing and really reading. സോ ഇതേ രീതിയിൽ മലയാളം നമ്മൾ പഠിച്ച അതേ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ഇപ്പോഴേ ആരംഭിച്ച് നോക്കൂ. ജസ്റ്റ് തിങ്ക് ഓഫ് ദാറ്റ്. അതായത് എവറി ഡേ ലിസൺ ടു ദ ലാംഗ്വേജ്, സ്പോക്കൺ ലാംഗ്വേജ്, wherever you get opportunity of listening the spoken language in the form of a speech or something like that, go and listen to it. And there are so many online sites where you can listen to all historical speeches, etc. Just go and listen every day, 10 minutes to 20 minutes, or you can listen to TED Talks or something like that. Okay, അങ്ങനെ കുറേ കേൾക്കുമ്പോൾ ലാംഗ്വേജിൻ്റെ ഒരു രീതി മനസ്സിലുണ്ടായി തുടങ്ങും. Then try speaking also. Whenever you get an opportunity of interacting with your friends or classmates, or for that matter, when you are in a public place, maybe at the railway station or somewhere, try using English because you are already proficient in Malayalam. You do not need any experience there. So try using English and try to develop your language there. Okay, then start reading books. Reading books will not only improve your language, it will definitely help you to have a clear idea of all the things of the world. So read books, as many books as possible, then listen to podcasts, watch vlogs. These are all methods of giving the required vocabulary and usage to your brain. Okay. Then you can also start writing letters, writing posts in social media. Ensure that you are using ഇംഗ്ലീഷ്. സാധാരണ മലയാളവും ഇംഗ്ലീഷും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പ്രത്യേക ഭാഷയാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ മാറ്റിയിട്ട് നിങ്ങളെ തന്നെ നിർബന്ധിച്ച് മനഃപൂർവ്വം ഇംഗ്ലീഷിൽ എഴുതാൻ ശ്രമിക്കൂ. എഴുതുമ്പോൾ തന്നെ ട്രൈ ടു റൈറ്റ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ആൻഡ് ട്രൈ ടു റൈറ്റ് സ്ട്രക്ചറലി കറക്റ്റ് സെൻറ്റൻസസ്, ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെൻറ്റൻസസ്. ദാറ്റ് വിൽ ഹെൽപ്പ് യു. സോ listening, speaking, reading and writing, these are the four prongs of the same approach. അപ്പോൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ, ഇത് മലയാളത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, അതുകൊണ്ടാണ് മലയാളത്തിൽ നമ്മൾ ഫ്ലുവൻ്റ് ആയത്. അതുപോലെ ഇംഗ്ലീഷിൽ ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇംഗ്ലീഷിലും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും, ഇംഗ്ലീഷിൽ നിങ്ങൾ വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരം സംശയങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് ഈസ് ജസ്റ്റ് അനദർ ലാംഗ്വേജ്. ദ പ്രോബ്ലം ഈസ് ദാറ്റ് വി കെയർഡ് ഫോർ ഇറ്റ് ലെസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ്സ് വീക്ക്.